പലതരത്തിലുള്ള ഓട്ടമത്സരം കണ്ടിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. വിവിധ രീതിയിൽ ഓടുകയും അതിൽ ഒരാൾ വിജയിക്കുകയും ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും പല മത്സരങ്ങളിലും കണ്ടിട്ടുള്ളവരാണ്. എന്നാൽ ഒരു മൃഗവും ഒരു മനുഷ്യനുമായുള്ള ഒരു ഓട്ടപ്പന്തയമുണ്ട്. ആ ഓട്ടപ്പന്തയത്തിൽ ആ മനുഷ്യൻ ജയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വേറെ എങ്ങുമല്ല, വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിലാണ്. ഓട്ടക്കാരൻ ദാവീദും മൃഗം സിംഹവുമാണ്. ദാവീദിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ദാവീദ് ഒരാട്ടിടയനായിരുന്നു. ആടിനെ മേയ്ക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോകുമ്പോൾ അതിൽ ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ വിശപ്പടക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് ഓടുന്ന സിംഹത്തെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിംഹം ആട്ടിൻകുട്ടിയുമായി ഓടുമ്പോൾ അതിൻ്റെ പുറകെ ഓടുന്ന ദാവീദിനെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, രണ്ടുപേരും ഓടുന്നത് രണ്ടാവശ്യത്തിനു വേണ്ടിയാണ്. ദാവീദ് എന്തിനു വേണ്ടിയാണ് ഓടിയത്? ദാവീദ് ഓടിയത് താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ സിംഹം എടുത്തുകൊണ്ട് ഓടിയപ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദാവീദ് സിംഹത്തിൻ്റെ പുറകെ ഓടിയത്. എന്നാൽ സിംഹം ഓടിയത് എന്തിനാണ്? വിശപ്പ് സഹിക്കാൻ മേലാതെ വിശപ്പടക്കാൻ വേണ്ടി തൻ്റെ കയ്യിൽ കിട്ടിയ ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വേണ്ടി അതിനെയും കൊണ്ടാണ് സിംഹം ഓടിയത്. അങ്ങനെ രണ്ടുപേരുടെ ഓട്ടമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഓട്ടത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ, ഒരു മനുഷ്യന് ശരാശരി ഓടാൻ പറ്റുന്ന സ്പീഡ് ഏകദേശം മാക്സിമം 50 കിലോമീറ്റർ ആണ് എന്ന് നമ്മൾ പലയിടത്തും വായിച്ചു കേട്ടിട്ടുണ്ട്. ഇന്ന് ഓട്ടക്കാരിൽ ഏറ്റവും വലിയ ഓട്ടക്കാരനായി നമ്മളെല്ലാം അറിയപ്പെടുന്ന ഹുസൈൻ ബോൾട്ടിൻ്റെ ഓട്ടത്തിൻ്റെ സ്പീഡ് പോലും 45 കിലോമീറ്ററിന് താഴെയാണെന്നാണ് പറയപ്പെടുന്നത്. ഒരു മനുഷ്യന് ശരാശരി ഓടാൻ പറ്റുന്ന സ്പീഡ് അത്രയുമയാണ്. എന്നാൽ ദാവീദ് ഒരു ഓട്ടക്കാരനല്ല, ഓട്ടത്തിൽ ഓടി പരിചയവുമില്ല. എന്നാൽ ദാവീദിന് അത്രയും സ്പീഡിൽ ഓടാനായിട്ട് സാധിക്കുന്നുമില്ല. എന്നാൽ സിംഹത്തിൻ്റെ ഒപ്പം ദാവീദ് ഓടിയെത്തിയതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ സിംഹത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? സിംഹം 60-നും 80-നും കിലോമീറ്റർ സ്പീഡിൽ സിംഹത്തിന് ഓടാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു സിംഹത്തിനൊപ്പം ഓടിയെത്താൻ സാധിക്കത്തില്ല. ഓട്ടത്തിൽ പരിചയമോ ഓട്ട മത്സരത്തിൽ പരിചയവുമില്ലാത്ത ദാവീദ് ആ സിംഹത്തിൻ്റെ അടുത്ത് ഓടിയെത്തി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ആ ആട്ടിൻകുട്ടിയെ സിംഹത്തിൽ നിന്ന് ദാവീദ് രക്ഷിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ദാവീദിനെ നമ്മൾ നോക്കിയാൽ ഒരു 30 കിലോയിൽ കൂടുതൽ തൂക്കമൊന്നും അന്ന് ദാവീദ് വരത്തില്ല. കാരണം ദാവീദ് ഒരു ബാലനാണ് എന്ന് അവിടെ രേഖപ്പെടുത്തി. എന്നാൽ സിംഹം അങ്ങനെയല്ല. സിംഹം 150 മുതൽ 300 കിലോയോളം തൂക്കം വരുമെന്ന സിംഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് 5 അടി മുതൽ 8 അടി വരെ നീളവും 3 അടി മുതൽ 5 അടി വരെ പൊക്കവുമുണ്ട് ഒരു സിംഹത്തിന്. ഏകദേശം 300 കിലോ വരെ ഉള്ള തൂക്കമുള്ള സിംഹത്തിനെ ദാവീദ് ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എപ്പോഴാണ്? ദാവീദിനെ ആക്രമിക്കാൻ ശ്രമിച്ച സിംഹത്തിനെ ദാവീദ് ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊന്നു. സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചാൽ ദാവീദിന് ഇതെങ്ങനെ സാധിച്ചു? 80 കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ സാധിക്കുന്ന സിംഹത്തിൻ്റെ അടുത്തേക്ക് ദാവീദ് മാനുഷികമായി ചിന്തിച്ചാൽ ഒരിക്കലും ഓടിയെത്തുകയില്ല. 30 കിലോയോളം തൂക്കം വരുന്ന ദാവീദ് 300 കിലോയോളം അടുത്ത് വരുന്ന സിംഹത്തിൻ്റെ ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അവിശ്വസനീയമായ കാര്യമാണ്. എങ്കിൽ ഇത് ദാവീദിന് എപ്രകാരം സാധിച്ചു? വിശുദ്ധ ഗ്രന്ഥമായ ബൈബിള് രേഖപ്പെടുത്തിയിരിക്കുന്നു, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യന് ഇതൊരിക്കലും സാധ്യമായ കാര്യമല്ല. എന്നാൽ ദൈവത്തിന് ഇതെല്ലാം സാധ്യമായ കാര്യമാണ്. കാരണം ദാവീദ് അപ്രകാരം അത് ചെയ്യണമെങ്കിൽ ദാവീദിൽ പ്രവർത്തിച്ച ദൈവിക ശക്തിയാണ് അതിന് കാരണം എന്നെ ശക്തനാക്കുന്നവനിലൂടെ സകലതും ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതു പ്രതിസന്ധി വന്നാലും ഏതു പ്രയാസങ്ങൾ വന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഏതു പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും. ഏത് വലിയ ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരു സൈന്യവും ഒരു രാജാവും വിറങ്ങലിച്ച് പേടിച്ച് വിറച്ചു നിന്ന സമയം ദാവീദ്
ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു. ദാവീദും ഗോലിയാത്തുമായി എന്തോരം അന്തരമാണുള്ളത്. പൊക്കത്തിലും ശക്തിയിലും ബലത്തിലും കായികാഭ്യാസത്തിലും എല്ലാം ദാവീദും ഗോലിയാത്തും ഒത്തിരി വ്യത്യാസമുണ്ട്. എങ്കിലും ഭീമാകാരനായ ഗോലിയാത്തിനെ ദാവീദ് അവിടെ വധിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ തന്നെക്കാൾ ശക്തമായ, തന്നെക്കാൾ ബലമുള്ള, തന്നെക്കാൾ ഓട്ടത്തിൽ സ്പീഡുള്ള ഒരു സിംഹത്തിനെയും വധിക്കുന്ന ദാവീദിനെ നമ്മളവിടെ കാണുന്നു. രണ്ടുപേരും ഓടിയെങ്കിലും അവിടെ ജയിച്ചത് ദാവീദാണ്. അതേ സ്നേഹമുള്ളവരെ, രണ്ടുപേരുടെ ഓട്ടത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എല്ലാ കഴിവുകളും ശക്തിയും ബലവും ഒക്കെ ഉണ്ടായിട്ടും കഴിവുകൾ കുറഞ്ഞിരുന്നവനായ ദാവീദ് ഓട്ടത്തിൽ ജയിച്ച് സിംഹത്തെ പരാജയപ്പെടുത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ ദാവീദിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കരങ്ങളുണ്ടായിരുന്നു. ദാവീദ് പൂർണ്ണ ദൈവാശ്രയമുള്ളവനായിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന പല പ്രതിസന്ധികളും പല വലിയ മല പോലുള്ള പ്രശ്നങ്ങളും വരുമ്പോൾ ദൈവാശ്രയമുള്ളവന് അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറുവാൻ സാധിക്കുമെന്ന് ദാവീദും സിംഹത്തിൻ്റെയും ഓട്ടവും അതിൻ്റെ വിജയവും പരാജയവും നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമുക്കും പൂർണ്ണമായി ദൈവാശ്രയമുള്ളവരായിരിക്കാം. ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മറികടക്കാനുള്ള ശക്തി അവൻ നമുക്ക് നൽകും. എങ്ങനെ? മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന നാം അടിയുറച്ച് വിശ്വസിക്കുക. നമുക്കും സാധ്യമായി ലഭിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.